Hello friends, this is Jignamande. Sorry. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഞാനും സായിയും രാവിലെ വിച്ച് പ്ലേസ് ഇസ് ദിസ്? ഗുസാർ എന്ന് പറയുന്ന ഉസ്ബെക്കിസ്ഥാൻ്റെ നമ്മുടെ സുർഖന്താരിയ പ്രൊവിൻസിലാണ് നിൽക്കുന്നത്. ഈ കാണുന്ന ഹോട്ടലിലാണ് കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്തത്. ഈ കാണുന്ന ഹോട്ടലിൽ നമുക്ക് ഒരാൾ ഹോസ്റ്റ് ചെയ്തതാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം വന്ന അയ്യോ സായി, they left our car. നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന ആൾക്കാർ ഓൾറെഡി വിട്ടു. നമ്മളിതാ രാവിലെ 7 മണിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞ് 8-8:30 മണിയായി. സമയം കുറേ ലേറ്റായി. ലെറ്റ്സ് ഗോ സായി. കഴിഞ്ഞ ദിവസത്തെ ഫുഡ് ലെഫ്റ്റ് ഓവറൊക്കെ ഉണ്ട്, അതിനി എനിക്ക് വയ്യ. ഇന്നലെ രാത്രി കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചായിരുന്നു, കുറച്ച് ഗ്രേപ്സും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, അത് കഴിച്ചു, ഡിന്നർ കഴിച്ചു. അപ്പോൾ രാവിലെ നമ്മൾ പോകുന്നത് ഇവിടെ നിന്ന് ഒരു 200 കിലോമീറ്റർ അകലെ തെർമിസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അഫ്ഗാനിസ്ഥാൻ്റെ ബോർഡറിലോട്ടാണ്. ബാക്കി അഫ്ഗാനിൻ്റെ കാഴ്ചകൾ കാണാം. കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്ത ഒരു 3 സ്റ്റാർ പ്രോപ്പർട്ടിയാണ് നമ്മുടെ ഗുസാർ ഹോട്ടൽ. ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. ഇവിടെ ഒരു ഫൗണ്ടൈനൊക്കെ ഉണ്ട്. പൊള്ളുവാണ്. ചൂടെന്ന് പറഞ്ഞാൽ കഠിനമീ കടവരം എന്ന് പറയുന്ന സിനിമയുടെ അതുപോലെ ഭയങ്കര ചൂട്, ഭയങ്കര വെയിൽ. അങ്ങനെ ഒരു അക്കാരെ വണ്ടി ലിഫ്റ്റ് കിട്ടി. അക്ക എന്ന് പറഞ്ഞാൽ ഉസ്ബെക്കിൽ ബ്രദർ. അക്ക റഹ്മത്ത് മെൻ ഇസ്മ യൂസുഫ് മാഹിൻ Hindistan, Mexico, Sayaha Daula, Uzbekistan. Ekshi എന്ന് പറഞ്ഞാൽ പ്രേതമല്ല, എക്ഷി എന്ന് പറഞ്ഞാൽ ഗുഡ് എന്നാണ് കേട്ടോ അർത്ഥം. ഹിന്ദുസ്ഥാൻ സയാഹ. എല്ലാവരും ചോദിക്കുന്നത് ഇന്ത്യക്കാരനായിട്ടുള്ള നീയും മെക്സിക്കോക്കാരിയായിട്ടുള്ള അവളും എങ്ങനെ കണ്ടുകൂട്ടി എന്നാണ് കേട്ടോ. സയാഹ. റഹ്മത്തക്ക. അങ്ങനെ പുള്ളി നമ്മളെ ഇറക്കിയിട്ട് പോയി. അടുത്ത വണ്ടി നമ്മൾ ഇനിയും തെർമിസ് പോകാൻ 200 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഇനി അടുത്ത വണ്ടി കയറി അടുത്ത ജംഗ്ഷൻ, പിന്നെ അവിടെ നിന്ന് പറ്റുമെങ്കിൽ ലോങ് റൈഡ് വല്ലതും കിട്ടുമെങ്കിൽ അങ്ങനെ വല്ലതും പോകണം. സുർഖന്താരിയ. യു റൈറ്റിംഗ് ലൈക്ക് ദിസ്. 1 minute. Uzbek. Okay. Yes. Okay. ഈസി. ഇവിടെ സ്ഥലത്തിന് പകരം ഇവരുടെ പ്രൊവിൻസ് ആണ് കേട്ടോ പറയുന്നത്. എപ്പോഴും സുർഖന്താരിയ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്, തെർമിസിലോട്ട്. റഹ്മത്തക്ക. റഹ്മത്ത്. ഇസ്മ എർക്കൻ അബ്ദുൽ അസീസ്. മീ കുദ ഹിന്ദുസ്ഥാൻ ബ്ലോഗർ. Instagram, YouTube, Mexico blogger. Mexico blogger. Spanish, Mexico Spanish. Hello. Okay. ഇവിടെ എല്ലാവരും ഫസ്റ്റ് ചോദിക്കുന്നതാണ് റിലീജിയൻ കേട്ടോ. ആരും മുസ്ലിം, അങ്ങനെ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷം. നമ്മളിവിടെ ഗ്യാസ് ഫില്ല് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങണം, വണ്ടിയുടെ പുറത്തോട്ട്. മീതെയിൻ കാസ, അവിടെയാണ് പോയി ബില്ലടയ്ക്കുന്നത്. കാസ എന്ന് പറഞ്ഞാൽ ബില്ലടയ്ക്കുന്ന സ്ഥലത്തിന് പറയുന്നതാണ്. ഇതാ ഈ കാണുന്നതാണ്. ഇവിടെ പുകവലിക്കാൻ പാടില്ല, തീ കത്തിക്കാൻ പാടില്ല. ഇവിടെ അങ്ങനെ പ്രശ്നമുണ്ട് കേട്ടോ, ഗ്യാസ് ആയതുകൊണ്ടേ. വഴി നോക്കിക്കുക, നമ്മൾ പോകേണ്ട റോഡ് ഈ കാണുന്നതാണ്. ഫുള്ള് മലകൾ കയറിയൊക്കെയാണ് നമുക്ക് പോകേണ്ടത്. കുറേ ട്രക്കുകളാണല്ലോ, അഫ്ഗാനിലോട്ടൊക്കെ പോകുന്ന ട്രക്കുകളൊക്കെയാണെന്ന് തോന്നുന്നു. ഇവിടെ നമ്മുടെ ഗ്യാസിൻ്റെ വിലയാണ് 5400 കേട്ടോ. ഒരു ക്യൂബിക് മീറ്റർ ആയിട്ടാണ് ഇവരാക്കുന്നത്. 5400 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു 40 രൂപയൊക്കെ വരും കേട്ടോ. 40-50 രൂപയുടെ അടിയിൽ വരും. ഈ 50 രൂപയുടെ ഇതെന്ന് പറയുമ്പോൾ അവർക്ക് ഏകദേശം 13-14 കിലോമീറ്ററോളം ഓടിക്കാനും പറ്റും. നമ്മുടെ വണ്ടി അടിച്ചു, നമ്മളിനി ഉള്ളിലോട്ട് പോട്ടെ. കുർദാണ് കേട്ടോ നമുക്ക് ഓഫർ ചെയ്യുന്നത്. നല്ല ഇവരുടെ ഫേവറേറ്റ് ആണ്. റഹ്മത്ത് അക്ക. മിൽക്ക് യെസ് മിൽക്കാണ് കേട്ടോ നമ്മുടെ കുറുദ്. ഒരു ഫെർമെൻറ്റഡ് ടേസ്റ്റ് ആണ്. വലിയ ചില ആൾക്കാർക്കൊന്നും അത് താല്പര്യപ്പെടില്ല. നമ്മളിവിടെ ഗ്രേപ്സ് അയച്ചുകൊണ്ടിരിക്കുക. ഫുള്ള് ഡ്രൈ ആയിട്ടുള്ള മൗണ്ടനും ഭാഗങ്ങളൊക്കെയാണ്. Поэтому ты мне сказал.
പക്ക നമ്പർ പുള്ളി നമ്പറും കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ അഫ്ഗാനിസ്ഥാൻ ബോർഡർ നഗരമായിട്ടുള്ള നമ്മുടെ തെർമിസ് എന്ന് പറയുന്ന നഗരത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നത് ഇവിടുത്തെ തെർമിസിലെ ഒരു യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റി തെർമിസിൽ ഇപ്പോൾ ധാരാളം കുട്ടികളൊക്കെ പഠിക്കാനായിട്ട് വരുന്നുണ്ട്. ഞാൻ 4 വർഷം മുന്നേ ഉള്ള തെർമിസ് അല്ല, വന്നപ്പോൾ ഇവിടെ ഭയങ്കര ഡെവലപ്ഡ് കേട്ടോ. വലിയ വലിയ ബിൽഡിങ്ങുകൾ, കുറേ ഇൻവെസ്റ്റ്മെൻറ്റുകൾ, കുറേ ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. മാത്രമല്ല ഇവിടെയുള്ള ബോർഡർ ഇപ്പം അഫ്ഗാനുമായിട്ടുള്ള ബോർഡറൊക്കെ തുറന്നു. ഞാനുണ്ടായിരുന്ന സമയത്ത് ഈ ബോർഡർ തുറന്നിട്ടില്ലായിരുന്നു. അന്ന് ചെറിയ ചരക്ക് ഗതാഗതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലോട്ട് ഈ ഉള്ള ബോർഡർ, ഞാനിപ്പോൾ പോകുന്ന ബോർഡറൊക്കെ ഓപ്പണാണ്. നമ്മൾ ഓപ്പോസിറ്റിൽ കൂടെ നടന്നപ്പോഴാണ് ഇപ്പുറത്തൊരു കട ഉള്ളത് കണ്ടത്, പുലാവിൻ്റെ കട, എസ്ക്രോസ്. ഇവിടെ നല്ല തിരക്കാണല്ലോ. ഇവിടെ യൂണിവേഴ്സിറ്റിയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കണം നല്ല തിരക്കായിട്ടുള്ള ഒരു കുഞ്ഞ് റെസ്റ്റോറൻറ്റ്. ഇവിടെ നമ്മൾ പുലാവ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഈ കാണുന്നതാണ് കേട്ടോ റെസ്റ്റോറൻറ്റ്. നല്ല കുറേ തിരക്കുണ്ടല്ലോ. ഇതിൻ്റെ ഉള്ളിലോട്ടാണ്. അസ്സലാമു അലൈക്കും. നമസ്തേ. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ മന്തി. ഇതിനാണ് തിരക്ക് ആൾക്കാർ ഇവിടെ. പുലാവൊന്നും ഇവിടെ ഇല്ല. റഹ്മത്ത്, എൻ്റെ പുലാവിൻ്റെ ആഗ്രഹം തീർന്നു. ഹിന്ദുസ്ഥാൻ. Which region? Kerala. You went to India? No. I have a lot of friends. I'm from India. I'm from south. South part of India. Osh. വാ, ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. ഓഷ് കഴിക്കാനാണ്. ഓഷ് എന്ന് പറഞ്ഞാൽ മന്തി. ഓഷ് അകത്തിരിക്കാന്ന് പറഞ്ഞു കേട്ടോ, ഓഷ് കഴിക്കാനായിട്ട്. ഐ തിങ്ക് ഇറ്റ്സ് AC. ഇറ്റ്സ് ഗുഡ്. വാ, ഇവിടെയാണ് കേട്ടോ സിറ്റി. AC ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ട്. ഇവിടെ കുറേ പേര് ഇരിക്കുവാണല്ലോ. ഓഷ് മെനു Меню нет, только оши. ഓഷ് ചിക്കൻ, Hindustan, Mexico. You Uzbek? Uzbek cook. Pulav. Yeah, pulav. My favorite. Pulav. I drink. ഇവിടുത്തെ ടോയ്ലറ്റിൽ പോകാന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു ടോയ്ലറ്റ് ഇല്ല. ഓക്കെ. അവിടെ ആരോ ഇട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ കൈ കാണിക്കുവാണ് കേട്ടോ, വരല്ലേ എന്ന്. എന്താ അവസ്ഥ നമ്മുടെ. റഹ്മത്ത്. ഇവിടെ നമ്മുടെ പുലാവ് എടുക്കുന്ന രീതിയാണ് കേട്ടോ. പുലാവ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് പങ്കുവച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഓയിലാണ് ഫുള്ള് ഓയിൽ. ഇന്ത്യതാ ഹിന്ദുസ്ഥാൻ. എനിക്ക് ആക്ച്വലി തും ഷാറുഖ് ഖാൻ. യെസ്. ഇവിടെ അവര് ഇനി മീറ്റ് കട്ട് ചെയ്തിട്ട് കുറച്ച് മീറ്റുകൾ. ഓക്കെ ഇതാണ് കേട്ടോ സംഭവം. ഇത് നല്ല ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻ നല്ലതാണ്. ഓരോ റീജിയനും ഓരോ ടൈപ്പിലുള്ള പുലാവാണുള്ളത്. ഇത് സുഖന്താരിയ റീജിയൻ. സമർക്കാന്ത് പുലാവ് വേറെയാണ്. അതിൽ ചിലപ്പോൾ ക്യാരറ്റ് കൂടുതലായിരിക്കും, ചിലയിൽ ക്യാരറ്റ് ഇല്ലായിരിക്കും, പൊട്ടാറ്റോ കൂടുതലായിരിക്കും. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് മധുരം ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഐ ആം ട്രൈയിങ് മന്തി. സോറി, നോട്ട് മന്തി, പുലാവ് ആഫ്റ്റർ ലോങ് ടൈം. ലെറ്റ് മീ ട്രൈ ദ ടേസ്റ്റ്. Not bad. Not very tasty like I expected. 4 വർഷം മുമ്പേ കഴിച്ച ആ ടേസ്റ്റ് കിട്ടുന്നില്ല. എന്താ കൊള്ളാം. ഞാനിവിടെ സൈഡ് എടുത്ത് റൊണാൾഡോയുടെ മാരേജ് കഴിഞ്ഞ കാര്യം. യെസ്റ്റർഡേ വാസ് എ മാരേജ്. റൊണാൾഡോ മാരേജ് ഇൻ കേരള. Das ist Ia. Ia no, AI. Okay. Yeah. Spanish is Ia. Ia. I know that. I don't know him. നമ്മൾ ഫോട്ടോ എടുക്കുവാണ് പോകുന്നതിന് മുന്നേ ബോർഡറിൽ നിന്ന്. ചേട്ടൻ റഹ്മത്ത്. അങ്ങനെ നമ്മൾ പോവുകയാണ്. റഹ്മത്ത്. അപ്പോൾ ഇനി ബസ്സിൽ കയറിയിട്ട് ഞാൻ നമ്മുടെ സായിക്ക് അഫ്ഗാനിസ്ഥാൻ്റെ വിസ എടുക്കണം. അതുകൊണ്ട് ഇവിടുത്തെ തെർമിസിൽ പോവാണ്. സായി ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട്
Superstar. Me? Да, нет. Похож. Oh, your son. പുള്ളിക്കാരൻ്റെ സണ്ണാണ്. This no good. This Voilà. no Yakshi. This good. На вас похож. Yakshi. Okay. Пока. Baka. ഫുഡ് കഴിച്ചു, വയറിറങ്ങും. ഇനി നേരെ ബസ് സ്റ്റോപ്പിലോട്ട് ഓടാം. ഇവിടുത്തെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു മോസ്കാണ് കേട്ടോ ഈ കാണുന്നത്. മനോഹരമായിട്ടുള്ള ഒരു പള്ളിയാണ്. തളർന്നു 30-40 മിനിറ്റ് ആയിട്ട് നടക്കുവാണ്. ഇവിടെയുള്ള വീടുകൾക്കെല്ലാം അടിയിൽ ബങ്കർ പോലെ എല്ലായിടത്തും ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇവിടെ ഉസ്ബെക്കിസ്ഥാനിൽ പല വീടുകൾക്കും ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഇത് സോവിയറ്റ് ടൈമുള്ള കൾച്ചർ തന്നെ. എന്തോ വെയില അയ്യോ. കാണുന്നതാണ് നമ്മുടെ അഫ്ഗാനിസ്ഥാൻ്റെ കോൺസുലേറ്റ്. സംഭവം അഫ്ഗാനിസ്ഥാൻ്റെ പുതിയ ഫ്ലാഗ് ഉണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതിയിട്ടുള്ള ആ ഫ്ലാഗ് ഇവിടെ ഇല്ല. അതിവിടെ വെക്കാനായിട്ട് ഇവർ ഇതുവരെയൊക്കെയായിട്ടും കറക്റ്റ് തീരുമാനമായിട്ടില്ല. അതുകൊണ്ടാണ് ഫ്ലാഗൊന്നും ഇല്ലാത്തത്. അപ്പോൾ നമ്മളൊരു ഇന്ത്യക്കാരനെ കണ്ടു. മുംബൈയിൽ നിന്നാണ് പുള്ളിക്കാരൻ വിസ എടുത്തത്. പുള്ളിക്കാരൻ 45-50 വയസ്സുണ്ട്. പുള്ളിക്കാരന് ഒരു പോളിഷ് ഒരു പുള്ളിക്കാരിയുണ്ട്. അവർ അഫ്ഗാനിസ്ഥാനിലോട്ട് പോവാണ്. പുള്ളിക്കാരൻ മുംബൈയിൽ നിന്ന് ഈസി ആയിട്ട് വിസ എടുത്തു. അവർ ഇന്ന് ബോർഡർ ക്രോസ് ചെയ്യും. സായി നാളെ ക്രോസ് ചെയ്യും. യു ക്യാൻ സേ ഹായ്. ഇറ്റ്സ് ഓക്കെ. സോ ഞാൻ ഇതിൻ്റെ ഇടയിൽ എംബസിയിൽ പോയിട്ട് സായും ഞാനും ഇവിടെ വന്നിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഇന്ന് ആലോചിക്കണം, ഒരു അമ്മയും മോളും പോളിഷുകാരും അമ്മയും മോളും അഫ്ഗാനിസ്ഥാനിലോട്ട് പോവാണ്. മാത്രമല്ല ഒരു ഇന്ത്യക്കാരൻ, പുള്ളിക്കാരൻ്റെ ബാക്കി വിവരങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, പുള്ളിക്കാരന് താല്പര്യമില്ല. പുള്ളിക്കാരനും പോവാണ്. പുള്ളിക്കാരൻ ഓൾറെഡി മുംബൈയിൽ നിന്ന് വിസ എടുത്തിട്ട് വന്നു. ഈ ഒരു അമ്മയും മോളും പോളിഷുകാരാണ്. പുള്ളിക്കാരിയും പോവാണ്. ഞാനൊന്ന് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം കേട്ടോ. Assalamu alaikum. Where are you going? What is this? I am going to Afghanistan. This is Martha, and what's your name? Ari. Nice to meet you. Ari. Ari, yeah. Ari, nice to meet you. അവരുടെ മോളാണ് കേട്ടോ. You speak Hindi, right? जी हाँ, मैं तो हिंदी बोल रही हूँ. कैसा आप हिंदी बोल रहा है? मैं 6 साल दिल्ली में था. आप मेरा ज्यादा अच्छा हिंदी बोल रहा है. नहीं. आपकी हिंदी मेरी हिंदी अच्छी है ना? अच्छा है. Are you excited for Afghanistan? Yes, very excited. I പുള്ളിക്കാരൻ even bought myself 4 kebabs. I have a pink one. You have a pink and I am one. very excited because I am traveling to Afghanistan in this, snake skin. Are you excited too? I am absolutely. I wish if I had a mother or father, who can take me to Afghanistan when I am 18. I'm used to her insanity. This is kind of my normal, but Is it's it? fun. Yeah. You used to with your mom already. Yeah. Which other country you went with your mom? Like crazy country? We had kind of a weird situation in India where we got, but basically because of that we ended up in Cambodia and in Thailand, and in India we basically went all over the country as well. Where else have we gone? She has absolutely crazy stories from where she's been to though. Yeah, I want to sit and drink tea and talk more, with you. അപ്പോൾ അവർ ഇന്ന് അഫ്ഗാനിസ്ഥാനിലോട്ട് പോവാണ്. ഞാൻ വേറൊരാളെ കാണിച്ചു തരാം. നമ്മൾ സലാം അലൈക്കും. अनिल फ्रॉम मुंबई. आप क्यों जा रहे हैं अफगानिस्तान में? घूमने जा रहे हैं, चक्कर मारने के लिए. പുള്ളിക്കാരൻ്റെ your wife is from കേരള. തൃശ്ശൂർ തമിഴ്നാട്ടിലുള്ള അവരാണ്. കേരളത്തിലാണ് താമസിക്കുന്നത്. നൈസ് ടു മീറ്റ് യു. ഓൾ ദ ബെസ്റ്റ്. Thank you. എൻജോയ് അഫ്ഗാനിസ്ഥാൻ. Thank you. We'll meet in Indian embassy for the അപ്പോൾ ഇവരെല്ലാവരും അഫ്ഗാനിസ്ഥാനിൽ പോണ്. ഇവർ മാത്രമല്ല, ഇന്ന് ഈ ബോർഡറിൽ നിന്ന് തന്നെ വേറെ 3-4 പേര് ഇവിടെ ബോർഡറിൽ നിന്ന് പോകാനായിട്ട് പുള്ളിക്കാരി കണ്ടു. അഫ്ഗാനിസ്ഥാനിലോട്ട് ധാരാളം ആളുകളാണ് കേട്ടോ. അതും ഈ ബോർഡറിൽ നിന്ന് മാത്രം പോയത്. കുറേ ടൂറിസ്റ്റുകൾ ഇപ്പോൾ പോകുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ബ്ലോഗേഴ്സ് കുറേ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നു അഫ്ഗാനിസ്ഥാനിൽ പോകാൻ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അതുകൊണ്ടാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഇങ്ങനെ ധരിക്കണമെന്നൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ബട്ട് ധരിച്ചിരിക്കുന്നത് നല്ലതാണ് അവരുടെ ഒരു കൾച്ചർ പ്രകാരം. അപ്പോൾ 4 വർഷത്തിന് ശേഷമുള്ള അഫ്ഗാനിസ്ഥാൻ എങ്ങനെയാണെന്ന് വെരി എക്സൈറ്റഡ് ആണ്. ഞാൻ ഒരു 2 മണിക്കൂറിനുള്ളിൽ ബോർഡർ കയറിയുള്ള ഫോട്ടോ crazy. I told you it's gonna be probably, that. So. Ciao, bye bye. See you. അങ്ങനെ ഞാനുള്ള ഏതോ ബസ്സിൽ കയറി അഫ്ഗാനിസ്ഥാൻ ബോർഡർ പോകാൻ വേണ്ടി പോകണം.
ഈ ബസ് തന്നെയാണ് കേട്ടോ. ഏതോ ഒരു ബസ്സിൽ ചാടി കയറി ബസ്സിലിരിക്കുകയാണ് കേട്ടോ. ഒരു ഭയങ്കര ഒരു റൈസിസം ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. ഭയങ്കര ഒരു ദേഷ്യപ്പെട്ട് ആദ്യമായിട്ടാണ് ഒരു ഉസ്ബെക്ക് സ്ത്രീ എൻ്റെ അടുത്ത് പെരുമാറുന്നത് കേട്ടോ. പുള്ളിക്കാരി എൻ്റെ ദേഹത്തൊക്കെ പിടിച്ച് വലിച്ച് ഭയങ്കര ഒരുമാതിരി. ഞാൻ അഫ്ഗാൻ എന്നാണ് കേട്ടോ ആദ്യം വിചാരിച്ചത്. എന്നിട്ട് ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞപ്പം മറ്റുള്ള എല്ലാവരും ആദ്യമേ തന്നെ ഹാപ്പി ആയിരുന്നു. പുള്ളിക്കാരി എൻ്റെ അടുത്ത് കടന്ന് എന്തൊക്കെ എന്നെക്കുറിച്ച് പറയുന്നു. എന്നെ ഇരുന്ന സീറ്റിൽ നിന്ന് എന്നെ പിടിച്ച് കൈ പിടിച്ചിട്ട് വലിച്ച് ഇളക്കുന്നു കേട്ടോ. ഇവിടെ നിന്ന് മാറാമെന്ന് പറഞ്ഞു എല്ലാവരും ഇറങ്ങിപ്പോകുന്നു. ആ പെണ്ണുപിള്ളേരുടെ അടുത്ത് ഞാൻ ഇവൻ്റെ വെച്ചിട്ട് പറയിപ്പിച്ചോട്ടെ, എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന്. പുള്ളിക്കാരി അഫ്ഗാനി 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവർ അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് ഏതോ കാട്ടിലൂടെയൊക്കെയാണല്ലോ എന്നെ കൊണ്ടുപോകുന്നത്. ഇവരേതോ വില്ലേജിലൂടെയൊക്കെയാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. ഞാൻ എന്തായാലും തൽക്കാലം ഇരുന്നു. നമുക്ക് പയ്യെ ബോർഡറിൽ പോയാൽ മതിയല്ലോ, സമയമുണ്ടല്ലോ. ഓക്കെ റഹ്മത്തക്ക പക്ക പക്ക. പൈസ പോലും വാങ്ങിച്ചില്ല കേട്ടോ. ബസ്സിലാണ് ഞാൻ വന്നത്. അവരെ എനിക്ക് പോകേണ്ട സ്ഥലത്തല്ല, എന്നിരുന്നാലും പൈസ പോലും വാങ്ങിച്ചില്ല കേട്ടോ. ഓക്കെ, എക്സൈറ്റഡ് ഫോർ അഫ്ഗാനിസ്ഥാൻ. നമുക്ക് ഇനി ഹിച്ചൈക്ക് ചെയ്യാം. പുള്ളിക്കാരൻ കുറച്ചുകൂടെ പോകുമായിരുന്നു. എനിക്ക് അത്രയും എന്തായാലും പുള്ളിക്കാരൻ ഇതിൻ്റെ അകത്താണ് കേട്ടോ പോകുന്നത്. നമുക്ക് നോക്കാം. ചൂടെന്ന് പറഞ്ഞാൽ പൊരി വെയിലാ ഹബീബി. ബസ്സും സെയിം നമ്പർ ബസ്സാണ്, പക്ഷെ ആളൊന്നും ഇല്ലല്ലോ. സലാമലൈക്കും. ഓക്കെ ഈ ബസ് പോകുന്നു തോന്നുന്നു, അറിയില്ല. പക്ഷെ സെയിം നമ്പറാണ് കേട്ടോ. പോണത് വരെ പോവാം. Pakistan? ना हिंदुस्तान. जिम्मी जिम्मी आजा आजा. Hindustani. हिंदुस्तानी. Punjab? नो जनूब जनूब हिंदुस्तान. Punjab? ना जनूब जनूब Janub? जनूब. शाहरुख खान. Delhi. दिल्ली नो जनूब जनूब. Bombay. बॉम्बे जनूब जनूब. Punjab. पंजाब नो. केरला केरला Kerala? केरला जनूब. Janub? हाँ अमिताभ बच्चन शाहरुख खान. Amitabh Bachchan. Kanao. Shirdi Anao. हाँ Indiski Kino. ഐശ്വര്യയൊക്കെ അറിയാം. ഐശ്വര്യ റായി ആയിരിക്കും ഉദ്ദേശിച്ചത്. അത് തന്നെയാണ്. ഇവരെല്ലാം ബസ് ഓട്ടം. Kajol. Kajol. കാജോൾ Kajol. കാജോൾ മീ ദോസ്ത് ദോസ്ത്. Kajol. ആ ദോസ്ത്. Yes. Jeliapa. കാജോളിനെയൊക്കെ അറിയാം കേട്ടോ. കാജോൾ ഇവിടെ പ്രസിദ്ധമാണ്. Desta. ആ ദോസ്താ. Jimmy. Jimmy. സേ ജിമ്മി ജിമ്മി ആജാ ആജാ. Indiski поют. ആ ഓക്കെ ഓക്കെ. Не знаю. സിംഗ് സിംഗ് സിംഗ്. Jimmy, Jimmy. ആ ജിമ്മി ജിമ്മി. കഴിഞ്ഞ് ഹൈറത്താനിലോട്ട് ഞാൻ കടക്കാൻ വേണ്ടി പോകുന്നതാണ്. ഈ കാണുന്നത് നമ്മുടെ അഫ്ഗാനിസ്ഥാനിലോട്ട് പോകുന്ന ട്രെയിൻ സംവിധാനമാണ്, കാർഗോടത്. അത് ഇപ്പോഴുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഞാനിപ്പോൾ ഉള്ളത് തെർമിസ്. അഫ്ഗാന്റെ ബോർഡർ കഴിഞ്ഞാൽ അതിനെ പറയുന്നത് ഹൈറത്താൻ എന്നാണ് പറയുന്നത്. അഫ്ഗാനിസ്ഥാനിലെ ആദ്യത്തെ നഗരം. സെക്യൂരിറ്റി അവിടെ പട്ടാളമൊക്കെ നിൽക്കുന്നുണ്ട്. ഉസ്ബെക്കിസ്ഥാന്റെ സൈഡാണ്. ഇവിടെ ഫുള്ള് പട്ടാളമാണല്ലോ. ഇവിടെ ഇപ്പുറത്തെ വശത്ത് ബ്ലോക്കാണ് കേട്ടോ. ഇവിടെ ഫെൻസ് ഇട്ടിട്ട് അവരുടെ ബോർഡർ ആയതുകൊണ്ട് നമ്മുടെ ഒരു അഫ്ഗാനി ചേട്ടനാണല്ലോ ഫ്രണ്ടിലൂടെ പോകുന്നത്. ഓക്കെ ഓക്കെ. എൻ്റെ ബാഗ് ഒരാൾ കൊണ്ടുപോകാമെന്ന് ഓഫർ ചെയ്തിട്ടുണ്ട്. ബാഗ് നീ നടന്നു വരയില്ലേ, ബാഗ് ഞാൻ കൊണ്ടുപോകാമെന്ന്. പുള്ളിക്കാരൻ തട്ടിക്കൊണ്ട് പോകുന്നതോ എൻ്റെ ബാഗ് കൊണ്ടുപോകില്ലാന്ന് തോന്നുന്നു. ഇതിൽ എനിക്കിവിടെ കയറാൻ പറ്റൂല. ഓക്കെ ഓക്കെ. Hindustan? ഹിന്ദുസ്ഥാൻ ബൈ. പുള്ളി എൻ്റെ ബാഗ് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ ആളുകൾ ചോദിക്കും നിനക്കെങ്ങനെയാ അവരെയൊക്കെ വിശ്വാസം വരുന്നതെന്ന്. അപ്പം ഞാൻ പറയും വിശ്വാസം അതല്ലേ അല്ല. നമ്മുടെ കല്യാൺ ജ്വല്ലറിയുടെ പരസ്യത്തിൽ നമ്മുടെ രാമകൃഷ്ണനോ അദ്ദേഹം പറയുന്ന ഒരു ഇതുണ്ടല്ലോ, വിശ്വാസം അതല്ലേ എല്ലാം. അതിൻ്റെ പേരിലാണ് ഞാൻ ഏൽപ്പിച്ചു പോയിരിക്കുന്നത്. പിന്നെ പുള്ളിക്കാരൻ കട്ടുകൊണ്ടോ എവിടം വരെ കൊണ്ടുപോകാൻ പറ്റും. ഇതൊക്കെ എനിക്ക് സുഖമായിട്ട് പിടിക്കാൻ പറ്റും. ക്യാമറ ഉണ്ടല്ലോ. ഈ കാണുന്ന കുറേ കിടക്കുന്നതെല്ലാം അഫ്ഗാനിസ്ഥാൻ്റെ ട്രക്കുകളാണ്. പുള്ളിക്കാരൻ എൻ്റെ സാധനം കൊണ്ട് ബാഗ് കൊണ്ട് എവിടെ പോയാന്ന് പറച്ചോ. അവിടെ നിൽക്കുന്നുണ്ട്. Finally going to Afghanistan. I got delivered my bag by a person. Akka, Rahmat Akka. Rahmat. Oh. That's okay. Rahmat Akka. Rahmat. Wow. Crossing the border. Yeah. Assalamu alaikum.
Hindustan. Okay, thank you. Assalamu alaikum. To Afghanistan. ഞാനങ്ങനെ അവസാനം ഇവിടെ പറയാൻ വേണ്ടി പോവാണ്. എക്സിറ്റ് അടിക്കട്ടെ. അസ്സലാമു അലൈക്കും. Hindustan. India? Yeah, India. I put back here? Okay. Okay. Yeah, Afghanistan. Afghanistan actually? Kabul, Masar, yeah. Hormat. Ah? Betul? Yep. Okay. Okay. Money, valuta, how much? USDT? I only have 300. 300. Yeah. Okay. Power bank, money, camera, then nothing. Nothing else? You can check here. Do you have gold? No gold. Gold no what? No, I'm poor. Okay. Assalamu alaikum. Huh? Okay. Huh? No. Fish. Ne, icazeniz? Ne? Nilzia. Let's see. India. Yeah. But me, no money, no pull. Afghani. No pull. Afghani, no pull. Dollar. No dollar. Rakya. Come on, No, I Piyush. Why? No, I walk. No. Stop. Why no? Why no? Bu sen Sidan Plus India. Why? I want to walk. Yeah. Then you take for free. Hey. Kemal. Huh? Hey, de bakalım. Piyada gitmedin mi? No free net. Oh my god. India. Urdu'nu bilersin Urdu. No. Ha yaparım mı? No. I'll walk. Yaparım ya. Hindistanlı. वॉक इजाजत नहीं है भाई हाँ? वॉक इजाजत नहीं है मेरे के लिए वॉक नहीं कर सकता? नहीं। मेरे पास पैसा नहीं है, सो इसके लिए मैं वॉक कर रहा है. ये ब्लर थोड़ा सा ब्लर गिर माएगा हाँ? Koymaydı var fiyatı. मेरा वो मेरे में मायला फुल भी हो गया था Aldaydı böyle. aldaydı ama bir tutma Hey, turta bir götürsün. ya inşallah ne kılıyorsun ya Keralam. ne dedim Ha? पैसे Keralam India. Kerala, India. Cenub Hindistan. Sidan Plus. Okay. Bahar. Video olmaz. Allah. Hindistani Shahrukh Khan. Shahrukh Khan. Shahrukh Khan. Amitabh Bachchan. Amitabh Bachchan. Yes. भाई साहब तुम देखो ठीक है. Afghanistan. Afghanistan. Which channel? No. Yo, which camera Off. It's camera. This is camera. Yeah. Hindistan. Hindustan. Namaste. Namaste. अफगानिस्तान अच्छा है. देखो भाई साहब आप अफगानी है? हाँ। किधर का है? मजार शरीफ മസാർ ഷെരീഫ്. ഓ. ठीक है ഇവിടെ ആക്ച്വലി നമ്മൾ ഫോഴ്സ് ചെയ്ത് ഒരു ടാക്സിയിൽ വണ്ടിയിൽ കയറ്റി വിടുവാണ്. നടന്നു പോകാൻ പറ്റൂല. हिंदुस्तान सलाम സലാം तुम ഹിന്ദുസ്ഥാൻ. देखो ठीक है. first day Afghanistan go to Today first day. Yeah. Before I go Afghanistan 4 years ago. yeah 2 years years ago. ago forget 2 years older Yeah, 4 years ago. This now first day. Jawad 3 salur Yeah.
1 2 3 4 ദോ 2 Yeah. 1 2 ഓ ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് ആണ് കേട്ടോ. അഫ്ഗാനിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജിലൂടെയാണ് നമ്മൾ പോകുന്നത്. Finish coffee. ഫ്രഷ് കോഫി Coffee. Finish. ഓ ഫിനിഷ് Finish. ഫിനിഷ് Afghaniga coffee. Afghaniga coffee. കോഫി ഒന്നും മനസ്സിലായില്ല. Amitabh Bachchan. Salam. خليقة ولا കാണുന്നതാണ് നമ്മുടെ അഫ്ഗാനിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യാനായിട്ട് പോവാണ്. വാ ഞാൻ പിന്നെ അഫ്ഗാനിസ്ഥാനിൽ കയറി അല്ലാ പേടിയാവുന്നു.